മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ജോസഫിനെ വിൽക്കുന്നു. യാക്കോബിൻ തൻ്റെ പിതാവ് പരദേശിയായി പാർത്തിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. ഇതാണ് യാക്കോബിൻ്റെ കുടുംബചരിത്രം. 17 വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരോട് കൂടെ ആട് മേയ്ക്കുകയായിരുന്നു. അവൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെ ആയിരുന്നു. അവരെപ്പറ്റി അശുഭവാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു. ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളേക്കാൾ അധികം സ്നേഹിച്ചിരുന്നു, കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി. പിതാവ് ജോസഫിനെ തങ്ങളേക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. അവൻ അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക. നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ എല്ലാം കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദേഷിച്ചു. ജോസഫ് എന്ന വാർദ്ധക്യകാലത്തിൽ തൻ്റെ മകനെ വളരെയധികം സ്നേഹിച്ചിരുന്ന യാക്കോബ് തൻ്റെ മകനോട് മറ്റുള്ള സഹോദരന്മാർക്ക് എതിർപ്പുണ്ടാവും എന്നത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സ്വപ്നങ്ങളും കാണുമ്പോൾ സംഗ്രഹിച്ചു നിന്നു എന്നുള്ള വാക്ക് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക് തൻ്റെ സന്ദേശങ്ങൾ സ്വപ്നത്തിലൂടെയും മറ്റു ദർശനങ്ങളിലൂടെയും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇന്നും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ലോകമെങ്ങും വ്യാപിച്ച് തൻ്റെ ദാസരിലേക്ക് ആ അഭിഷേകം നൽകുന്നുണ്ട്. ഇന്ന് കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ യുഗാന്ത്യത്തിലേക്ക് കിടക്കുന്ന ഈ അവസരത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള കൃപാവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്രദർ തോമസ് ജോർജ് പണാശ്ശേരി.